വേണ്ടി പല പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടവരായിരിക്കും നിങ്ങൾ. എന്നാൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവനുള്ള ഒരു ദൈവമുണ്ട്. രണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരകനുണ്ട്. മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതം ആരാണെങ്കിലും, ഈ ലോകം കൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം ഇവിടെ താൽക്കാലിക ജീവിതമാണ്. മനുഷ്യൻ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചേമ്പിന്റെ ഇലയിൽ വീഴുന്ന ഒരു മഴത്തുള്ളി പോലെ ഉള്ളൂ നമ്മുടെ ജീവിതം. ചിലര് പറയും പുരയുടെ മുകളിൽ, പണ്ടത്തെ കാലത്തെ പുരയുടെ മുകളിൽ ഒക്കെ ചെറുതായിട്ട് വളരുന്ന ഒരു പുല്ല് പോലെയാണ് നമ്മുടെ ജീവിതമുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. കുറച്ചു കഴിയുമ്പോഴൊക്കെ വാടിപ്പോകും. എന്നാല് ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണെങ്കിലും ഒരു നിത്യത ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ആ നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും വലിയവനായ ദൈവത്തിന് കഴിയും. ഞങ്ങൾ സുവിശേഷം പറയുന്നതിന്റെ ലക്ഷ്യം അത് തന്നെ. നമ്മള് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് തീരുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ദേശത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ വന്ന് ഈ മൈക്കും വെച്ചോണ്ടൊന്നും ആരെ ശല്യപ്പെടുത്തത്തില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെയൊക്കെ ജീവിതം. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. അപ്പൊ ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ദൈവമുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്, നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു താൽക്കാലികമായ ഒരു പ്രശ്നത്തിന് പരിഹാരകനായിട്ടല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പകരം മനുഷ്യന്റെ നിത്യമായ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആൾക്കാരോട് ചോദിക്കുക, എന്താ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് ചോദിച്ചാൽ പൊതുവെ ആളുകൾക്ക് പറയാനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചിലരുടെ രോഗമായിരിക്കും. രോഗം തീർച്ചയായും ഒരു പ്രശ്നമാണ്. അനേകർക്ക് വേദനയിലൂടെ അവരുടെ ജീവിതം കടന്നു പോകുന്നു. രോഗം പ്രശ്നമാണ്. കടം മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ മക്കളുടെ ഭാവി, എന്റെ മക്കൾക്ക് നല്ല ജോലിയില്ല, എന്റെ മക്കൾക്ക് നല്ല വിവാഹം ഇതുവരെ നേടിയിട്ടില്ല. ഇതൊക്കെ പ്രശ്നം തന്നെ, പ്രശ്നങ്ങളാ. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായ പ്രശ്നമാണ്. മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവന് ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് അപ്പുറത്തൊരു ജീവിതമുണ്ട്. അതെവിടെ ചെലവഴിക്കും? അതാ ഏറ്റവും നേരിടുന്ന ചോദ്യം, ഉത്തരം കിട്ടാത്ത ചോദ്യം. പലപ്പോഴും അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോൾ മനുഷ്യൻ നിരാശപ്പെടുന്നത്? കാരണം മനുഷ്യനറിയാം, മനുഷ്യൻ പാപി ആയതുകൊണ്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും ദൈവസന്നിധിയിൽ നിത്യതയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല, രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ അവന്റെ മുമ്പിലുള്ള ഒരു പരിഹാര മാർഗം, ഹലോ, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പിന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. മനുഷ്യൻ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അവന്റെ പാപം. പാപത്തിൽ നിന്നൊരു മോചനം കിട്ടിയെങ്കിലല്ലേ നിത്യതയ്ക്ക് ഒരു പരിഹാരം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. നിത്യതയിലേക്ക് മനുഷ്യനെ എത്തിക്കുവാൻ കഴിയുന്ന ഒരു മാർഗം എന്താണ്? അതാണ് മനുഷ്യന്റെ മുമ്പിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിത്യതയിലേക്ക് നമ്മളെ നയിക്കുവാൻ കഴിയുന്നത് നമ്മള് ദൈവത്തെ അറിയുക എന്നുള്ളത്. മനുഷ്യൻ എപ്പോഴും പല മാർഗങ്ങൾ ആലോചിക്കും. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്വർഗത്തിൽ പോകണം. സ്വർഗം ഉണ്ടെന്നും വിശ്വസിക്കുന്നവരാ എല്ലാവരും. എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത്? അപ്പോൾ അവൻ പല മാർഗങ്ങൾ ആലപിക്കും. ചിലര് ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഇത്തരം നീതി പ്രവർത്തികളൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് തന്നെ നന്മ ചെയ്യാനാ. നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരുള്ളത് കൊണ്ടാ നമ്മുടെ ഈ ഭാരതം, നമ്മുടെ ലോകം ഐശ്വര്യമായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നന്മ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് നിത്യത കിട്ടത്തില്ല, സ്വർഗം കിട്ടത്തില്ല. കാരണം നന്മ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലൊരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മളൊക്കെ അടിസ്ഥാനപരമായി പാപികളാണ്. ഈ പാപിയാന്ന് മനുഷ്യനെ പറയുന്നത് പലപ്പോഴും മനുഷ്യന് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇവര് ഓരോ വീടിന്റെ വാതിക്കൽ നിന്ന് വന്നിട്ട് നിങ്ങൾ പാപികളാണെന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവര്, മനുഷ്യൻ പാപിയാന്ന് പറയുന്നത് ആരുടെ സ്വഭാവം വെച്ചല്ല ഞങ്ങൾ പറയുന്നത്. പകരം മനുഷ്യനിലുള്ള അന്തർലീനമായ ഒരു സ്വഭാവമാണ്. ഇതിൽ ഏത് മനുഷ്യനും, ഈ പ്രസംഗിക്കുന്ന ഞങ്ങളും ഈ ലോകത്തുള്ള ഏത് മനുഷ്യനാണേലും അവർ പാപിയാണെന്നുള്ളത്
എല്ലാ പുസ്തകങ്ങളും പറയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായെന്നാ പറയുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു: നീതിമാനാരുമില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി നടക്കുകയാണെന്നാ പറയുന്നത്. ചിലരുടെ ജീവിതം നോക്കിയിട്ട് അവര് കുറച്ച് പാപം ചെയ്യുന്നവരായിരിക്കാം, ചിലർ കൂടുതൽ പാപം ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ മനുഷ്യനാണോ? അവനൊക്കെ പാപികളാണ്. അപ്പോൾ പാപിയായിരിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ നീതി ചെയ്തെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഒരു തടസ്സമുണ്ട് അങ്ങനെയുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലൂടെ ദൈവത്തെ തേടി നടക്കും. എവിടെയെങ്കിലും പോയാൽ എനിക്ക് മോക്ഷം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അനേക സ്ഥലങ്ങൾ കാൽനടയാലും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയൊക്കെ ദൈവത്തെ തേടി മോക്ഷം തേടി നടക്കുന്ന മനുഷ്യരും അനേകരുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ദൈവത്തെ തേടി ഒരിടത്തും പോകണ്ട. ദൈവത്തെ തേടി അലഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ: ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, മൈലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. ഈശ്വരൻ അങ്ങനെ മറ്റൊരു നിങ്ങളെ വിട്ട് ദൂരെ പാർക്കുന്ന വ്യക്തിയല്ല ഈശ്വരൻ, പകരം നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന വ്യക്തിയാണ് ഈശ്വരൻ. അങ്ങനെ അപ്പൊ ഞാൻ പറയാൻ വന്നത്, പാപപരിഹാരത്തിനായിട്ട് നമ്മൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് പാപപരിഹാരം ഉണ്ടാകത്തില്ല.